അടിയൻ പ്രതിഷ്ഠ ധ്യാനം 9-ാം ദിവസം. ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തീയ ജീവിതം സ്വർഗോന്മുഖ തീർത്ഥയാത്രയാണ്. ഏതൊരു സഞ്ചാരിയുടെയും യാത്ര ദുഷ്കരമാക്കുന്നത് യാത്രക്കിടയിലുണ്ടാകാവുന്ന മാർഗതടസ്സങ്ങളാണ്. ക്രിസ്തീയ പരിപൂർണതയ്ക്ക് യത്നിക്കുന്ന നമുക്കെതിരെ നിൽക്കാൻ ഒരു വൻ ശത്രുവുണ്ട്, സാത്താൻ. സാത്താൻ എന്ന ഹീബ്രു പദത്തിന് അർത്ഥം തന്നെ വഴിമുടക്കി അഥവാ വഴിമുടക്കുന്ന ആൾ എന്നാണ്. നമ്മുടെ ദൈവോന്മുഖ യാത്രയിൽ തടസ്സം സൃഷ്ടിക്കുകയാണ് സാത്താൻ്റെ ജോലി. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം സ്വർഗോന്മുഖ തീർത്ഥയാത്രയാണെന്നും ആ യാത്രയിൽ നമുക്ക് മാർഗതടസ്സമുണ്ടാക്കി നാം ദൈവത്തിലേക്ക് എത്താതിരിക്കാൻ പിശാച് പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉള്ള അറിവ് പിശാചിനെ പറ്റിയും അവൻ്റെ ആക്രമണ രീതികളെപ്പറ്റിയും അവയ്ക്കുള്ള പ്രതിവിധിയെപ്പറ്റിയുമുള്ള അന്വേഷണം അനിവാര്യമാക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ഇതുതന്നെ ആയിരിക്കട്ടെ. മനുഷ്യചരിത്രം ആരംഭിക്കുന്നത് തന്നെ മനുഷ്യനെ പിശാച് ആക്രമിക്കുന്നതോടെയാണ്. ദൈവത്തോടൊത്ത് പറുദീസായിൽ കഴിയുന്ന മനുഷ്യനെ പിശാച് ആക്രമിക്കുന്നതോടെ. ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്ത് ദൈവത്തോട് മറുതലിക്കാൻ ഹവ്വായെ പ്രേരിപ്പിച്ചുകൊണ്ടായിരുന്നു പിശാച് അവൻ്റെ യുദ്ധം ആരംഭിച്ചത്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 401 ഖണ്ഡികയിൽ പഠിപ്പിക്കുകയാണ്, ആ ആദ്യ പാപത്തിന് ശേഷം ലോകം മുഴുവൻ വാസ്തവത്തിൽ ഒരു പാപത്തിൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. മതബോധന ഗ്രന്ഥം 407 ഖണ്ഡികയിൽ പറയുകയാണ്, ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തോടെ പിശാച് മനുഷ്യൻ്റെ മേൽ ഒരുതരം ആധിപത്യം നേടി. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം നമ്മളെ പഠിപ്പിക്കുകയാണ്, ലോകം മുഴുവൻ ദുഷ്ടൻ്റെ പിടിയിൽ കിടക്കുകയാണ്. തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 409-ാം ഖണ്ഡിക പഠിപ്പിക്കുന്നത്, മുഴുവനായും ദുഷ്ടൻ്റെ പിടിയിൽ അമർന്നിരിക്കുന്ന ലോകത്തിൻ്റെ ഈ ദുരവസ്ഥ മനുഷ്യ ജീവിതത്തെ ഒരു സമരമാക്കി മാറ്റുന്നുവെന്നാണ്. രണ്ടാം വത്തിക്കാൻ സൂനകദോസിൻ്റെ സഭ ആധുനിക ലോകത്തിൽ എന്ന സുപ്രധാന രേഖയുടെ 37-ാം ഖണ്ഡികയിൽ സൂനകദോസ് പിതാക്കന്മാർ ഇങ്ങനെ പഠിപ്പിച്ചു, മനുഷ്യചരിത്രം മുഴുവൻ അന്ധകാര ശക്തികളുമായുള്ള തീവ്രമായ സംഘട്ടന ചരിത്രമാണ്. ചരിത്രത്തിൻ്റെ ആരംഭത്തിൽ തുടങ്ങിയ ഈ സംഘട്ടനം അവസാന ദിവസം വരെ തുടർന്നുകൊണ്ടിരിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഈ യുദ്ധത്തിൽ അകപ്പെട്ടു പോയ മനുഷ്യന് കരണീയമായി ഒന്നേയുള്ളൂ, ഉചിതമായി സമരം ചെയ്യുക. കൃപാവരത്തിൻ്റെ സഹായത്താലും സ്വന്തം കഠിന പ്രയത്നത്താലുമാണ് മനുഷ്യൻ തൻ്റെ ആന്തരിക ഐക്യം നേടിയെടുക്കേണ്ടത്. മനുഷ്യാവതാരത്തിലൂടെ മനുഷ്യരിൽ ഒരുവനും മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയുമായി ഈശോ തീർന്നതിനാൽ അവിടത്തേക്കും സാത്താൻ്റെ ആക്രമണം നേരിടേണ്ടി വന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ ദൈവാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ലൂക്കാസ് സുവിശേഷം 4:2 ഇപ്രകാരം വായിക്കുന്നു, അവൻ യേശു 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ വിവരണം ഇങ്ങനെയാണ്, യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷവും പിശാച് പരീക്ഷണവുമായി അവിടുത്തെ സമീപിച്ചു എന്ന്. ലൂക്കാ 4:13 നമ്മൾ വായിക്കുന്നു, പിശാചിൻ്റെ ആക്രമണം അവസാനിച്ച രീതി, അതായത് വചനം പറയുകയാണ്, അപ്പോൾ പിശാച് എല്ലാ പരീക്ഷയും അവസാനിപ്പിച്ച് തക്ക സമയം വരെ അവനെ വിട്ടുപോയി. പിശാചിൻ്റെ പരീക്ഷകൾ താൽക്കാലികമായിട്ട് മാത്രമാണ് മരുഭൂമിയിൽ വെച്ച് അവസാനിപ്പിച്ചതെന്നും അവൻ പിന്നീട് തക്ക സമയം പാർത്തിരുന്നുവെന്നും ഈ വചനം സൂചന തരുന്നുണ്ട്. അതാണ് ഗത്സമനിയിൽ പ്രാർത്ഥനയിലും പീഡാസഹന വേളയിലും കുരിശുമരണ നേരത്തുമെല്ലാം പിശാച് അഴിച്ചുവിട്ട യുദ്ധം.
കത്തോലിക്കാ സഭയുടെ മതബോധഗ്രന്ഥം 394 ഖണ്ഡികയിൽ തിരുസഭ അക്കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. പിതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് അവിടുത്തെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുക പോലും ചെയ്തവനാണ് പിശാച്. പിശാചിൻ്റെ സാധാരണ ആക്രമണ രീതി മനുഷ്യരെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. ആദ്യകാല മുഖ്യ ദൈവശാസ്ത്രജ്ഞന്മാർ ഒരുവനായ ഒരിജൻ അഭിപ്രായപ്പെടുകയാണ്, പിശാചിൻ്റെ സാധാരണ ആക്രമണ രീതി പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. അതിനാൽ പാപത്തോട് വിട പറഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ക്രൈസ്തവരും പിശാചിനെതിരെ നിരന്തരം യുദ്ധം ചെയ്തേ തീരൂ. പത്രോസിന് 1-ാം ലേഖനം 5-ാം അധ്യായം 8-9 വാക്യത്തിൽ അത് എല്ലാ ക്രൈസ്തവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സഹനമായിട്ട് ആണ് വചനം പറയുന്നത്. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരർ ഇതേ സഹനത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് അറിയുകയും ചെയ്യുവിൻ. സാധാരണയായി നാം വിചാരിക്കുന്നതിലും വളരെ വളരെ അധികം ഭീകരമാണ് പിശാചിൻ്റെ ആക്രമണം എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. എഫെസോസ്യർക്കുള്ള ലേഖനത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പൈശാചിക ശക്തികളുടെ ഭീകരത പഠിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് അത് പറഞ്ഞു തരുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ പോരാട്ടം മാംസത്തിനും രക്തത്തിനും എതിരെയല്ല, പ്രത്യുത പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾക്കും ആകാശങ്ങളിലെ തിന്മയുടെ അരൂപികൾക്കും എതിരെയാണ്. ഈ തിരുവചനത്തിൻ്റെ കാത്തലിക് ലിവിംഗ് ബൈബിൾ ട്രാൻസ്ലേഷൻ ശത്രു സൈന്യത്തിൻ്റെ പ്രഹരശേഷി കുറച്ചുകൂടെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. വി ആർ നോട്ട് ഫൈറ്റിംഗ് എഗൻസ്റ്റ് പീപ്പിൾ മെയ്ഡ് ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, but against persons without bodies, the evil rulers of the unseen world, those mighty satanic beings and great evil princes of darkness who rule this world, and against huge numbers of wicked spirits in the spirit world. ദൈവിക വെളിപാട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സാത്താനെപ്പറ്റി നൽകുന്ന ഈ അറിവ് ഒരു കാരണവശാലും നമ്മെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. പ്രത്യുത നാം തക്കവണ്ണം യുദ്ധസന്നദ്ധരായി ദൈവിക ആയുധങ്ങളും പേറിക്കൊണ്ട് സാത്താനെതിരെ യുദ്ധം ചെയ്യുവാൻ നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് എന്നത് ഈ ഇപ്പോൾ വായിച്ച വചനത്തിൻ്റെ തൊട്ടടുത്ത വചനത്തിൽ അതിനുള്ള സൂചനയുണ്ട്. എഫെസോസ് 6:13. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, കത്തോലിക്കാ തിരുസഭയ്ക്ക് നമ്മുടെ കർത്താവ് പിശാചിൻ്റെ മേൽ ആധിപത്യം നൽകിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് വളരെ ധൈര്യം തരുന്നൊരു സത്യം. ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. യേശു 12 പേരെയും അടുക്കൽ വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് ശക്തിയും അധികാരവും നൽകി. പിശാചുക്കളുടെ മേൽ അപ്പസ്തോലിക സഭയ്ക്ക് പരമാധികാരം ഈശോ കൽപ്പിച്ച് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തിരുസഭയുടെ ജീവിതത്തിൽ പങ്കുചേരുന്ന, തിരുസഭയുടെ കൂദാശകളോട് ആഭിമുഖ്യമുള്ള, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുമ്പസാരത്തിലുമെല്ലാം സജീവമായി പങ്കെടുക്കുന്ന ഒരു ക്രൈസ്തവന് ഈ യുദ്ധം വളരെ എളുപ്പമായിരിക്കും. സഭയുടെ തലവനായ അപ്പസ്തോല പ്രമുഖനായ പത്രോസിന് കർത്താവ് കൊടുക്കുന്ന അധികാരത്തിൻ്റെ ഒരു പ്രത്യേകത മത്തായി 16:18 എഴുതിയിട്ടുണ്ട്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ലൂക്കാ 9:1 12 അപ്പസ്തലന്മാർക്കും സാത്താൻ്റെ മേൽ അധികാരം കൊടുക്കുന്നതായി പറയുമ്പോൾ
ഇപ്പോൾ വായിച്ച വചനത്തിൽ പത്രോസിന് പ്രത്യേകം അധികാരം കൊടുക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. സഭ ഈ അധികാരമാണ് പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ കൂദാശകളുടെ പരികർമ്മത്തിലൂടെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തരുണത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ് പരിശുദ്ധ കുമ്പസാരം. ഏറ്റവും വലിയ ഡെലിവറൻസ് പ്രയർ നടക്കുന്നത് കുമ്പസാര കൂദാശയിലാണ്. കാരണം പാപം മൂലമാണ് പിശാച് മനുഷ്യ തൻ്റെ അടിമയാക്കുന്നത്. പരിശുദ്ധ കുമ്പസാര കൂദാശ വഴി പാപം പൂർണ്ണമായി നീക്കപ്പെടുന്നതിനാൽ പിശാചിൻ്റെ ചങ്ങലകൾ പൊട്ടിത്തകരുന്ന വേദി കുമ്പസാര വേദി തന്നെയാണ്. അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിനും സാത്താൻ്റെ മേൽ കർത്താവ് അധികാരം കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ വായിക്കുന്നതാണ്. പിശാചിനോടുള്ള കർത്താവിൻ്റെ വാക്കുകളാണിത്. നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, നിന്റെ സന്തതികളും അവളുടെ സന്തതിയും തമ്മിൽ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സന്തതിയായ യേശു ക്രിസ്തു സാത്താൻ്റെ തല തകർക്കുമെന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അത് പ്രത്യേകമായ ഒരു സ്ഥാനം ദൈവമായ കർത്താവ് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. സാത്താനെതിരായ യുദ്ധത്തിൽ മുൻപന്തി നിൽക്കുന്ന പരിശുദ്ധ മറിയമാണെന്നൊരു സൂചന ഈ വചനം തരുന്നുണ്ട്. അതിനാൽ ഈ മരിയൻ പ്രതിഷ്ഠാ ധ്യാനത്തിൽ ആത്മാർത്ഥ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും പിശാചിൻ്റെ മേലൊരു ആധിപത്യം ദൈവം തരും. മാതാവിനെ നമ്മളെ തന്നെ പൂർണ്ണമായി പ്രതിഷ്ഠിക്കുന്നതോടെ പിശാച് ഭയന്ന് നമ്മളെ വിട്ടുപോവുകയും ചെയ്യും. ഈ വിഷയത്തെപ്പറ്റി നമുക്ക് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. സാത്താൻ്റെ സ്വഭാവത്തെപ്പറ്റിയും ആക്രമണ രീതിയെപ്പറ്റിയും അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റിയെല്ലാം നാം ആ വിചിന്തനത്തിൽ കാണും. ആമുഖം. പുണ്യപരിപൂർണതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ യത്നത്തിൽ നാം നേരിടുന്ന പ്രധാന ശത്രു പിശാചാണ്. ക്രൈസ്തവ ജീവിതം ദുഷ്ടാരൂപികൾക്കെതിരെ ഉള്ള യുദ്ധമായി പോലും വിശുദ്ധ ബൈബിൾ വിശേഷിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ജീവിതവും പ്രവർത്തനങ്ങളും പിശാചിനെതിരെയുള്ള നിരന്തരമായ യുദ്ധമായിരുന്നെങ്കിൽ അവൻ്റെ ശിഷ്യരായ നമുക്ക് അതേ യുദ്ധത്തിൽ അനിവാര്യമായി ഏർപ്പെടേണ്ടി വരും. ശത്രുവിനെ പറ്റിയുള്ള കൃത്യമായ അറിവ് യുദ്ധവിജയത്തിന് അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായ പിശാചിനെ തോൽപ്പിക്കാൻ അവൻ ആരാണെന്നും അവൻ്റെ ശക്തി എത്രമാത്രമാണെന്നും അവൻ്റെ ആക്രമണ രീതികളേവയെന്നും നമ്മുടെ ഏതൊക്കെ ജീവിത മേഖലകളിലാണ് പ്രധാനമായി അവൻ പ്രവർത്തിക്കുന്നതെന്നും അവനെ തോൽപ്പിക്കാനുള്ള കൃത്യമായ വഴികൾ ഏതെന്നുമൊക്കെ നമുക്ക് നല്ല അറിവുണ്ടായിരിക്കണം. പിശാച് ഒരു യാഥാർത്ഥ്യം. ദൈവിക വെളിപാടിൻ്റെ ഭാഗമാണ് പിശാചിൻ്റെ അസ്തിത്വത്തെ പറ്റിയുള്ള സത്യം. വിശുദ്ധ ഗ്രന്ഥവും സഭാപാരമ്പര്യവും തിരുസഭയുടെ പ്രബോധന അധികാരവും പിശാചിൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട്. പിശാചിന് വ്യക്തിത്വമുണ്ട്. തിന്മകളുടെ സാന്നിധ്യത്തിന് ആലങ്കാരികമായി ഉപയോഗിക്കുന്ന വാക്കല്ല പിശാച് എന്ന സംജ്ഞ. കത്തോലിക്ക സഭയുടെ മതബോധനം 2851 പറയുന്നത്, തിന്മ ഒരു അമൂർത്ത അവതരണമല്ല, പിന്നെയോ സാത്താൻ, ദുഷ്ടൻ, ദൈവത്തെ എതിർക്കുന്ന മാലാഖ എന്നിങ്ങനെ ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. പിശാച് ബൈബിളിലും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലും ഹൗവയെ പാപത്തിന് പ്രേരിപ്പിക്കുന്ന സാത്താനെ പറ്റിയുള്ള പരാമർശത്തോടെ ആരംഭിക്കുന്ന ബൈബിൾ അവസാനിക്കുന്നത് വെളിപാട് 20:10 പിശാചാകട്ടെ മൃഗവും വ്യാജപ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു എന്ന പ്രസ്താവനയോടെയാണ്. തിരുസഭയുടെ മതബോധനം 394 ഖണ്ഡികയിൽ നമ്മൾ വായിക്കുകയാണ്, പിതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് അവിടുത്തെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുക പോലും ചെയ്തവനാണ് പിശാച്. ദൈവപുത്രൻ്റെ ആഗമന ഉദ്ദേശം തന്നെ പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കുക എന്നതായിരുന്നു. പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തുക എന്നത് യേശുവിൻ്റെ പ്രധാന ദൗത്യങ്ങളിലൊന്നായിരുന്നു. മനുഷ്യജീവിതം ദുഷ്കരമാക്കുന്ന വിധം ദുരിതങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നതും പാപകരമായ നിർദ്ദേശങ്ങൾ മനുഷ്യ മനസ്സിന് നൽകുന്നതും സുവിശേഷ പ്രചാരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതും സ്വർഗീയ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യ മനസ്സ് വ്യതിചലിപ്പിക്കുന്നതും സാത്താനാണ് എന്ന്
മഹാദൈവശാസ്ത്രജ്ഞനായ ഒരിജൻ പഠിപ്പിക്കുകയുണ്ടായി. ഹിപ്പോയിലെ വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നത്, സ്വന്തം സുഖം ദൈവേഷ്ടത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കാൻ പ്രേരിപ്പിക്കുകയാണ് സാത്താൻ്റെ സാധാരണ പ്രലോഭന രീതി. തിന്മ നന്മയായി സാത്താൻ അവതരിപ്പിക്കുമെന്നും വിശുദ്ധ ആഗസ്തീനോസ് പഠിപ്പിക്കുന്നു. പിശാചിൻ്റെ ആക്രമണ തലങ്ങൾ. നമ്മുടെ ബുദ്ധിയിലും മനസ്സിലും നേരിട്ട് പ്രവർത്തിക്കാൻ പിശാചിനെ ദൈവം ഒരിക്കലും അനുവദിക്കില്ല. എന്നാൽ ആന്തരികവും ബാഹ്യവുമായ ഇന്ദ്രിയങ്ങളിൽ പ്രവേശിച്ച്, പ്രത്യേകിച്ച് ഓർമ്മശക്തിയിലും ഭാവനാശക്തിയിലും വികാരങ്ങളിലും പ്രവേശിച്ച് അവന് പ്രവർത്തിക്കാൻ കഴിയും. മാത്രമല്ല, നമ്മുടെ ദുരാശകളെയും ലോകത്തെയും നമുക്കെതിരായി ഇളക്കി വിടാനും അവന് സാധിക്കും. ഇവിടെ ലോകം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവിനെയും അവൻ്റെ മൂല്യങ്ങളെയും എതിർക്കുന്ന മനുഷ്യരെ ആണ്. എങ്കിലും ഈ പ്രേരണകൾക്ക് കീഴ്പ്പെടാനോ കീഴ്പ്പെടാതിരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കും. എന്നാൽ എല്ലാ പ്രലോഭനങ്ങളും പിശാചിൽ നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കരുതെന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നുണ്ട്. പ്രലോഭനങ്ങൾ ഭൂരിഭാഗവും വരുന്നത് മുൻകാലങ്ങളിൽ നാം ഏർപ്പെട്ടിരുന്ന പാപദുശീലങ്ങളുടെ ഫലമായി ഉണ്ടായ നമ്മുടെ ദുരാഗ്രഹങ്ങളിൽ നിന്നാണ്. പിശാചിൻ്റെ ആക്രമണ രീതികൾ. പാപത്തിന് പ്രലോഭിപ്പിക്കുക, തഴക്കദോഷങ്ങൾ വീഴിച്ച് പീഡിപ്പിക്കുക, വസ്തുവകകൾ ആക്രമിക്കുക, മാനസികമോ ശാരീരികമോ ആത്മീയമോ ആയി പീഡിപ്പിച്ച് ഭയപ്പെടുത്തി നിഷ്ക്രിയരാക്കുക, വ്യക്തിത്വത്തിൽ ആവേശിച്ച് ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അവ തൻ്റെ ഉപകരണമാക്കുക എന്നിവയാണ് പിശാചിൻ്റെ ആക്രമണ രീതികൾ. സാത്താൻ ക്ഷണിച്ചു വരുത്തുന്ന ദുഷ്ടതകൾ. പൈശാചിക സേവ, സാത്താൻ ആരാധന, പിശാചിൻ്റെ പ്രവൃത്തിയായ ആഭിചാരകർമ്മം എന്നിവയിൽ പിശാച് തീർച്ചയായും ആവസിച്ച് ജീവിതം തകർക്കാൻ ശ്രമിക്കും. കഠിന വിദ്വേഷം, മയക്കുമരുന്ന്, മദ്യപാനം, വ്യഭിചാരം, ചൂതുകളി എന്നീ പാപങ്ങൾ പിശാചിന് പ്രവേശിക്കാനുള്ള കവാടങ്ങളായി മാറും. സാത്താന് ഇടം കൊടുക്കുന്ന വഴികൾ. പിശാചിന് വളരെ എളുപ്പത്തിൽ മനുഷ്യരിൽ പ്രവേശിക്കാവുന്ന വഴികളാണ് സാത്താൻ ഭക്തി, ദുർമന്ത്രവാദം, നവയുഗ മത നിഗൂഢ വിദ്യ മുതലായവ. സാത്താൻ പൂജ, സാത്താനുള്ള പ്രാർത്ഥന, സാത്താൻ ചിഹ്നങ്ങൾ, സാത്താൻ സിനിമ, സാത്താൻ മ്യൂസിക് എന്നിവ വഴി സാത്താൻ അടിമപ്പെടുന്ന വ്യക്തികളിൽ അവൻ തൻ്റെ അധികാരം സ്ഥാപിച്ച് ക്രമേണ അവരുടെ ജീവിതം നശിപ്പിക്കും. വ്യഭിചാരം, കൊലപാതകം, അതിഹീന ലൈംഗിക വൈകൃതങ്ങൾ, മൃഗീയ ക്രൂരതകൾ എന്നിവയിലേക്ക് പിശാച് അവരെ നയിക്കുകയും ചെയ്യും. പിശാച് ബാധയുടെ ലക്ഷണങ്ങൾ. സഭയുടെ ഭൂതോച്ചാരണത്തിൻ്റെ ഔദ്യോഗിക പ്രാർത്ഥനയിൽ ഒരാളെ പിശാച് ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ 4 അടയാളങ്ങൾ പറയുന്നുണ്ട്. 1. അവർ പഠിക്കാത്ത ഭാഷകളിൽ സംസാരിക്കുന്നു. 2. സ്വാഭാവികമായി അജ്ഞാതമായിരിക്കുന്ന ഭാവി മുൻകൂട്ടി വെളിപ്പെടുത്തുന്നു. 3. അസ്വാഭാവികമായി ശാരീരിക ശക്തി കാണിക്കുന്നു. 4. ദൈവിക കാര്യങ്ങളോട് കടുത്ത വിദ്വേഷവും അവജ്ഞയും വെറുപ്പും പ്രകടിപ്പിക്കുന്നു. സാത്താൻ ജയിക്കാനുള്ള ആയുധങ്ങൾ. എഫേസസ് 6:11 മുതൽ 17 വരെയുള്ള ഭാഗത്ത് ദൈവത്തിൻ്റെ ആയുധങ്ങൾ സാത്താൻ തോൽപ്പിക്കാൻ ദൈവം നമുക്ക് തരുന്ന പ്രത്യേക പ്രസാദപരങ്ങളാണെന്ന് സൂചിപ്പിക്കുന്നു. സത്യം കൊണ്ടുള്ള അരപ്പട്ട, നീതിയുടെ കവചം, സുവിശേഷ പ്രഘോഷണത്തിനുള്ള സന്നദ്ധതയാകുന്ന പാദരക്ഷ, വിശ്വാസത്തിൻ്റെ പരിച എന്നിവയാണവ. സത്യം കൊണ്ട് അരമുറുക്കുക എന്നതിനർത്ഥം എപ്പോഴും സത്യത്തിൽ ചരിക്കുക എന്നാണ്. നീതിയുടെ കവചം ധരിക്കുക എന്നതാകട്ടെ ശരിയായിട്ടുള്ളത് മാത്രം എപ്പോഴും ചെയ്യുക എന്നാണ്. സുവിശേഷത്തിന് ഒരുക്കമായി പാദരക്ഷകൾ ധരിക്കുക എന്നതിനർത്ഥം സുവിശേഷ പ്രചരണത്തിന് സദാ തയ്യാറായിരിക്കുക എന്നാണ്. സത്യത്തിൽ ചരിക്കുന്നത് സാത്താൻ എതിരായുള്ള പോരാട്ടത്തിൽ ഒരുവനെ ബലപ്പെടുത്തും. ശരിയായിട്ടുള്ളത് മാത്രം ചെയ്യുന്നതും നീതി പ്രവർത്തിക്കുന്നതും സാത്താൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം പ്രദാനം ചെയ്യും. സുവിശേഷ പ്രഘോഷണത്തിന് ഒരുങ്ങിയിരിക്കുന്നത് തന്നെ തിന്മയുടെ ശക്തികളെ ചെറുക്കാനുള്ള തയ്യാറെടുപ്പാണ്. വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുക എന്നത് ദൈവത്തിൻ്റെ തന്നെ സ്രോതസ്സുകളെ പിശാചിനെതിരായി ഉപയോഗപ്പെടുത്തുന്നതിന് തുല്യമാണ്. രക്ഷയുടെ പടത്തപ്പി സൂചിപ്പിക്കുന്നത് രക്ഷകനായ യേശുവിൻ്റെ തന്നെ സാത്താൻ്റെ മേലുള്ള അധികാരവും ശക്തിയുമാണ്. ആ പ്രത്യേക ആയുധവും നമ്മുടെ സംരക്ഷണത്തിനായി തന്നിട്ടുണ്ട്. ഇവയെല്ലാം പ്രതിരോധ ആയുധങ്ങളാണ്, ഡിഫെൻസീവ് വെപ്പൺസ്. ഒഫൻസീവ് വെപ്പൺ ആകട്ടെ നശീകരണായുധം ദൈവവചനമാകുന്ന വാളാണ്. സാത്താൻ തോൽപ്പിക്കാനുള്ള മാർഗങ്ങൾ. 1. സാത്താൻ തോൽപ്പിക്കാനുള്ള ഒന്നാമത്തെ മാർഗം പ്രാർത്ഥനയാണ്.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല. തിരുസഭയുടെ മതബോധനന്തം 2849 സഭ പഠിപ്പിക്കുകയാണ്, സാത്താനെതിരായ യുദ്ധം വിജയവും പ്രാർത്ഥനയിലൂടെ അല്ലാതെ സാധിക്കുകയില്ല. പ്രാർത്ഥനയിലൂടെയാണ് യേശു ആരംഭം മുതൽ പീഡാസഹനത്തിൻ്റെ അന്തിമഘട്ടം വരെ പ്രലോഭകനെ തോൽപ്പിച്ചത്. സാത്താൻ നമ്മെ തോൽപ്പിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനകൾ, ഒന്നാമത്തേത് അതിരാവിലെ തനിയെ നടത്തുന്ന ഏകാന്ത പ്രാർത്ഥനയാണ്, വ്യക്തിപരമായ പ്രാർത്ഥന. മർക്കോസ് 1:35 ഈശോ അപ്രകാരം ചെയ്തതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉറക്കസുഖം ഉപേക്ഷിക്കുന്നതിൽ കാണിക്കുന്ന ത്യാഗം തന്നെ സാത്താനെ ഭയപ്പെടുത്തും. സാത്താൻ്റെ നിത്യപരാജയം സാധിച്ച കുരിശിലെ യാഗം, അൾത്താരയിൽ പുനരവതരിപ്പിക്കപ്പെടുന്ന ദിവ്യബലി നിശ്ചയമായും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കും. വിശ്വാസപൂർവ്വം വിശുദ്ധ കുരിശുരൂപം ധരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത് വഴി പിശാചിൻ്റെ ഉപദ്രവങ്ങൾ നാം സംരക്ഷിതരാകും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക എന്ന പരമ്പരാഗത പ്രാർത്ഥന സുഹൃതജപം പോലെ ആവർത്തിക്കുന്നതും ഏറെ ഫലപ്രദമാണ്. പിശാചിനെ തോൽപ്പിക്കാനുള്ള വൻ ആയുധമാണ് യഥാർത്ഥ ഭക്തി. മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് ട്രൂ ഡിവോഷൻ ടു മേരി എന്ന പുസ്തകത്തിൻ്റെ 52-ാം ഖണ്ഡികയിൽ പഠിപ്പിക്കുന്നത്, മറിയത്തിൻ്റെ ഒരു നെടുവീർപ്പനെയാണ് സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയേക്കാൾ പിശാച് ഭയപ്പെടുന്നത്. അവളുടെ ഒരു ഭീഷണിപ്പെടുത്തൽ മറ്റ് സകല പീഡനങ്ങളെയും കാൾ പിശാചുക്കൾക്ക് ഭീതിജനകമാണ്. ജപമാല സാത്താനെതിരായ രാസായുധം തന്നെയാണ്. ഫിലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ ബാലനായ ദാവീദ് നേരിട്ടത് കവണി കൊണ്ടാണ്. ഗോലിയാത്തിനേക്കാൾ ശക്തനായ പിശാചിനെ ജപമാല കൊണ്ട് നമുക്ക് കീഴടക്കാൻ സാധിക്കുമെന്ന് 12-ാം പീസ് പാപ്പ പറഞ്ഞിരിക്കുന്നു. നന്മ നിറഞ്ഞ മറിയം എന്ന ജപം പിശാചുക്കളെ ഒഴിപ്പിക്കുന്നു, നരകം ഭീതി കൊണ്ട് വിറയ്ക്കാനിടയാകുന്നു എന്ന് വിശുദ്ധ ചാൾസ് ബൊറോമിയോയും പഠിപ്പിക്കുന്നു. സാത്താൻ തോൽപ്പിക്കാൻ രണ്ടാമത്തെ മാർഗം ഭയപ്പെടാതെ ചെറുക്കുക എന്നതാണ്. പിശാചിനെ ഭയപ്പെടുക എന്നതൊരു കെണിയാണ്. യേശു തൻ്റെ കുരിശ് മരണത്താലും ഉദ്ധാനത്താലും നമ്മെ ആക്രമിക്കാനുള്ള സാത്താൻ്റെ ആയുധങ്ങളെല്ലാം പിടിച്ചെടുത്തുവെന്ന് കൊളോസസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വാക്യത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ മേൽ സർവാധികാരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് ലൂക്ക 10-ാം അധ്യായം 19-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിശാചിനെ ചെറുത്ത് നിൽക്കുമെന്ന് യാക്കോബ് 4:7 കൽപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ മാർഗം വിശുദ്ധ ജീവിതം നയിക്കുകയാണ്. വിശുദ്ധ ജീവിതമാണ് സാത്താനെ ചെറുക്കാനുള്ള ശക്തി തരുന്നത്. യഥാർത്ഥ ക്രൈസ്തവ അരൂപിയിൽ ജീവിതം നയിക്കുന്നവർക്ക് അതിനാൽ തന്നെ പിശാചിൻ്റെ മേൽ ഒരു അധികാരമുണ്ട്. ജീവിത വിശുദ്ധിയും യഥാർത്ഥ വിശ്വാസവും ഇല്ലെങ്കിൽ സാത്താൻ പിന്തിരികയില്ല എന്ന് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ വിവരിക്കുന്ന 11 മുതൽ 16 വരെയുള്ള സംഭവം വ്യക്തമാക്കുന്നു. സാത്താനെ തോൽപ്പിക്കാനുള്ള നാലാമത്തെ മാർഗം ദൈവവചന പഠനത്തിലും ധ്യാനത്തിലും മുഴുകുക എന്നതാണ്. വിശുദ്ധ ഗ്രന്ഥം യോഹന്നാൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു, യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു, നിങ്ങൾ ശക്തന്മാരാണ്, ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ദുഷ്ടനെ ജയിക്കാൻ ഒരു പ്രധാന ആയുധമാണ് ദൈവവചനമെന്ന് ഈ തിരുവെഴുത്ത് നമ്മളോട് സംസാരിക്കുന്നു. ദൈവവചനം ഉള്ളിൽ അല്ലെങ്കിൽ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കുന്നവരെ സമീപിക്കാൻ സാത്താൻ ഭയപ്പെടും എന്നത് സത്യമാണ്. അഞ്ചാമത്തെ മാർഗം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം നയിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവിന് ശക്തിയോടുകൂടെ യോർദാൻ നദിക്കരയിൽ നിന്ന് മടങ്ങിയ യേശുവിന് 40 ദിവസത്തെ പൈശാചിക പ്രലോഭനങ്ങളെ നിഷ്പ്രയാസം തോൽപ്പിക്കാനായി എന്നത് നമുക്ക് വലിയ പ്രത്യാശ തരുന്നു. ആറാമത്തെ മാർഗം പരിഹാര ജീവിതം നയിക്കുക എന്നതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഈശോ പറഞ്ഞു, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. ആഡംബരവും സുഖലോലുപതയും സാത്താൻ്റേതാണ്. മാമോദീസായിൽ നമ്മൾ നടത്തുന്ന ഒന്നാമത്തെ വാഗ്ദാനം തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. സാത്താനെയും അവൻ്റെ ആഡംബരങ്ങളെയും ഞാൻ ഉപേക്ഷിക്കും. എന്നാൽ ലാളിത്യവും
എളിമയും ത്യാഗവും സഹനവും ദൈവികമാണ്. മെജുഗോരിയിൽ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ ദൈവമാതാവ് ആഴ്ചയിൽ 2 ദിവസം ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് ഉപവാസം എടുക്കണമെന്ന് നിർദ്ദേശിക്കുകയുണ്ടായി. ഒരു ദിവസമെങ്കിലും ഒരു പ്രധാന ആഹാരമെങ്കിലും ഉപേക്ഷിച്ച് പതിവായി ഉപവസിക്കുന്നത് സാത്താനെതിരായ ആത്മീയ ശക്തി കൊണ്ട് നമ്മെ നിറയ്ക്കും. അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളെല്ലാം കുറച്ച് ക്രിസ്തുവിന് അനുയോജ്യമായ വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ജീവിതം നയിക്കുന്നത്. മിസ്റ്റർ ലൂയി ഡി മോൺഫോർട്ട് പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കാം. ട്രൂ ഡിവോഷൻ ടു മേരി, യഥാർത്ഥ മരിയ ഭക്തി, 52-ാം ഖണ്ഡികയിൽ നിന്ന്. പിശാചിനെതിരായി ദൈവം സൃഷ്ടിച്ച വൻ ശത്രുവാണ് മറിയം. ഉൽപ്പത്തി 3:15 തരുന്ന സൂചന ദൈവത്തിൻ്റെ ചിന്തയിൽ മാത്രമായി വസിച്ചിരുന്ന മറിയത്തിൽ ഏദൻ തോട്ടത്തിൻ്റെ കാലത്ത് തന്നെ ദൈവത്തിൻ്റെ ശപിക്കപ്പെട്ട ശത്രുവിനോട് കടുത്ത അമർഷവും പഴയ സർപ്പത്തിൻ്റെ കാപട്യം പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന നിഷ്കളങ്കതയും അഹങ്കാരിയും ധിക്കാരിയുമായ അവനെ അടിമപ്പെടുത്തി കടപുഴക്കി എറിയാനുള്ള ശക്തിയും അന്നേ അവിടുന്ന് കന്യാമറിയത്തിൽ നിക്ഷേപിച്ചു എന്നാണ്. തന്നിമിത്തം പിശാച് മാലാഖമാരെയും മനുഷ്യരെയും ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തെക്കാളും അധികമായി മറിയത്തെ ഭയപ്പെടുന്നു. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഒരു വിനീത ദാസിയാൽ തോൽപ്പിക്കപ്പെടുന്നതും ശിക്ഷിക്കപ്പെടുന്നതും അഹങ്കാരിയായ അവന് അത്യന്തം വേദനാജനകമാണ്. ദൈവത്തിൻ്റെ ശക്തിയേക്കാൾ മറിയത്തിൻ്റെ വിനയമാണ് അവനെ എളിമപ്പെടുത്തുന്നത്. കൂടാതെ പിശാചുക്കളുടെ മേൽ വലിയ ശക്തി അവിടുന്ന് മറിയത്തിന് നൽകിയിട്ടുണ്ട്. ബൈബിൾ വായന. കൊളോസസ് 2-ാം അധ്യായം 15-ാം വാക്യം. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. യാക്കോബ് 4:7. പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും. ലൂക്ക 10:19. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ലൂക്ക 10:19. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. റോമ 16:20. പ്രാർത്ഥന. കർത്താവായ യേശുവേ, സാത്താൻ്റെ മേൽ അങ്ങേക്കുള്ള നിത്യവിജയത്തിൽ എനിക്കും പങ്ക് നൽകണമേ. ദുഷ്ടനെ ഭയപ്പെടാതെ അവനെ ചെറുത്തു നിൽക്കാൻ എനിക്ക് ധൈര്യം നൽകണമേ. നന്മയുടെ രൂപത്തിൽ എന്നെ സമീപിക്കുന്ന പിശാചിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ ആവശ്യമായിടത്തോളം വിവേചനാപരം എന്നിൽ സമൃദ്ധമായി ചൊരിയണമേ. എൻ്റെ നേരെയുള്ള ശത്രുവിൻ്റെ ആക്രമണം തടയേണ്ടതിന് സത്യം കൊണ്ടുള്ള അരപ്പെട്ട നീതിയുടെ കവചം, സുവിശേഷ പ്രഘോഷണത്തിനുള്ള സന്നദ്ധതയാകുന്ന പാദരക്ഷ, വിശ്വാസത്തിൻ്റെ പരിച എന്നീ പ്രതിരോധായുധങ്ങളും ദൈവവചനമെന്ന ആക്രമണായുധവും ഞാൻ ധരിക്കട്ടെ. സാത്താൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കാൻ വന്ന അങ്ങയോടുള്ള ഗാഢ ഐക്യം പുലർത്തി പിശാചിൻ്റെ മേൽ വിജയം വരിക്കാൻ ഞാൻ ശക്തനാകട്ടെ. പാപരഹിത ജീവിതം നയിച്ചും പരപ്രസാദത്തിൽ വളർന്നും സാത്താനെ പ്രതിരോധിക്കാനുള്ള പ്രാപ്തി എനിക്ക് കൂടുതൽ ഉണ്ടാകുമാറാകട്ടെ. അഹങ്കാരിയായ സാത്താൻ്റെ തല തകർക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പരിശുദ്ധ മറിയമേ, നിന്റെ സങ്കേതത്തിൽ ഞാൻ അഭയം തേടുന്നു. നിന്റെ നീലക്കാപ്പ വിരിച്ച് സാത്താൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് എന്നെ സംരക്ഷിക്കണമേ. ആമേൻ. സൽകൃത്യം. ജ്ഞാനസ്നാന വ്രതങ്ങൾ നവീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകൾ. പരിശുദ്ധാത്മാവേ വരേണമേ. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്ന് നിറയണമേ. എന്നിൽ വസിച്ച് എന്നെ നയിക്കുകയും ചെയ്യണമേ.
സൃഷ്ടാവേ വരിക. സൃഷ്ടാവേ വരിക. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ വരിക. ഞങ്ങളുടെ ആത്മാക്കളിൽ വാസമുറപ്പിക്കുക. കൃപയും സ്വർഗീയ സഹായവുമായി വരിക. അങ്ങ് സൃഷ്ടിച്ച ഹൃദയങ്ങളെ നിറയ്ക്കുക. ശ്രേഷ്ഠനായ സഹായക, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അത്യുന്നതന്റെ ഏറ്റവും ഉന്നതമായ ദാനമേ, ജീവന്റെ ഉറവയെ, സ്നേഹാഗ്നിയെ, മധുരിക്കും സ്വർഗീയ അഭിഷേകമേ, അങ്ങ് അറിയപ്പെടുന്നത് 7 ദാനങ്ങളാലാണല്ലോ. ദൈവകരങ്ങളിലെ വിരലുകൾ ഞങ്ങൾക്ക് സ്വന്തം. പിതാവിന്റെ വാഗ്ദാനം അവിടുന്നാണ്. ശക്തിയുടെ സ്രോതസ്സായ അഗ്നിനാവേ, ഞങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ പ്രകാശിപ്പിക്കുക. ഹൃദയത്തെ സ്നേഹത്താൽ ജ്വലിപ്പിക്കുക. ആഴമുള്ള ക്ഷമയും ഉന്നതമായ പുണ്യങ്ങളും ജഡത്തിന്റെ ബലഹീനതയെ അതിജീവിക്കാനായി ഞങ്ങൾ ഭയക്കുന്ന ശത്രുവിൽ നിന്നും അകലേക്ക്, അങ്ങ് നൽകുന്ന യഥാർത്ഥ സമാധാനത്തിലേക്ക്. അങ്ങയുടെ സഹായത്താൽ ജീവന്റെ പാതയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും വ്യതിചലിക്കാതിരിക്കട്ടെ. അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയാൽ പിതാവിനെയും പുത്രനെയും ഞങ്ങൾ അറിയട്ടെ. നിത്യമായും അങ്ങയെ മഹത്വപ്പെടുത്തട്ടെ. ഓ സനാതനമായ ആത്മചൈതന്യമേ സ്വസ്തി. എല്ലാ കാലവും സകല മഹത്വവും പിതാവിനും മരിച്ചവരിൽ നിന്നുയർത്ത പുത്രനും പരിശുദ്ധാത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗീയ താരകമേ, സ്വർഗീയ താരകമേ, ദീപ്തമായ സമുദ്രതാരമേ സ്വസ്തി. ദൈവമാതാവേ സ്വസ്തി. കന്മഷമില്ലാത്ത കന്യക, സ്വർഗീയ വിശ്രമത്തിന്റെ വാതിൽ. ഗബ്രിയേലിൽ നിന്ന് വന്ന മധുരമായ ആ അത്ഭുതം ഉൾക്കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കുക. ഹവ്വയുടെ നാമം നീ മാറ്റി ബന്ധിതരുടെ ചങ്ങലകൾ തകർക്കുക. അന്ധർക്ക് കാഴ്ച പകരുക, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റുക, സകല അനുഗ്രഹങ്ങളും ചൊരിയുക. ഒരമ്മയായി കൂടെയുണ്ടാവണമേ. ദൈവവചനം ഞങ്ങൾക്കു വേണ്ടി അങ്ങയുടെ മകനായി പിറന്നു. അങ്ങയുടെ മധ്യസ്ഥതയിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുക. മഹത്വപൂരിതയായ കന്യകേ, ദയയുള്ളവരിൽ ദയാവാരിധേ, കന്മഷരഹിതേ, ഞങ്ങളെ സംരക്ഷിക്കുക. ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കറയില്ലാതെ കാക്കുക. പാതകളെ സുരക്ഷിതമാക്കുക. ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണ സന്തോഷം കണ്ടെത്തുന്നതുവരെ. ഉന്നതങ്ങളിൽ വസിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായവന് സകല മഹത്വവും. ആമേൻ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ.